മക്കളെ, മലയാളം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 7 മാർക്കിന്റെ ചോദ്യങ്ങളിൽ ഒന്നാണ് കഥാപാത്ര നിരൂപണം. അപ്പൊ മലയാള സെക്കൻഡിൽ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ പഠിക്കാനില്ലേ. തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ ആടുജീവിതം അല്ലെ, മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ 3 കഥാപാത്രങ്ങളുണ്ട്. അർബാബ്, നജീബ്, ഹക്കീം. പിന്നെ ആരാണ്? തഥാഗത എന്ന് പറയുന്ന കഥയിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ദയ എന്ന് പറയുന്ന തിരക്കഥയിൽ രാജാവും ദയയും കഥാപാത്രങ്ങളാണ്. അതേപോലെ കിട്ടുമാവൻ എന്ന് പറയുന്ന കഥയിൽ കിട്ടുമാവൻ ഒരു കഥാപാത്രമാണ്. അപ്പൊ ഇത്രയും കഥാപാത്ര നിരൂപണങ്ങൾ എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് കഥാപാത്രങ്ങളുടെ സവിശേഷത നോക്കിയാലോ, നമുക്ക് എങ്ങനെയാണ് അത് എഴുതേണ്ടത് നോക്കിയാലോ. കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് കഥാപാത്രത്തിന്റെ രൂപം, ഭാവം, വേഷം, കഥയിലുള്ള സ്ഥാനം അല്ലെ, മൂല്യങ്ങള്, മറ്റുള്ളവരോടുള്ള ഇടപെടല്, നമ്മൾക്ക് ആ ഒരു കഥാപാത്രത്തെ കുറിച്ചുള്ള അഭിപ്രായം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ, കിട്ടുമാവനുണ്ട്, തഥാഗതയുണ്ട്, അതേപോലെ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗം, ദയ, ഇതൊക്കെ നമുക്ക് കഥാപാത്ര നിരൂപണത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പാഠങ്ങളാണ്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ടീച്ചർ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കഥാപാത്രങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത്, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ടിരിക്കുക കേട്ടോ. ബൈ.